പാകിസ്ഥാന്റെ ഇനിയുള്ള സെമി സാധ്യതകൾ എങ്ങനെ? ന്യൂസിലാൻഡിന് പിന്നാലെ ഇന്ത്യക്കെതിരെയും തോറ്റതോടെ പാകിസ്ഥാന് മുന്നിലുള്ളത് സാങ്കേതിക സാധ്യതകൾ മാത്രമാണ്. അവസാന കളിയിൽ ബംഗ്ലാദേശിനോട് വമ്പൻ ജയം നേടിയാൽ മാത്രം പോരാ, മറ്റു ടീമുകളുടെ പ്രകടനവും അനുകൂലമാകണം. എങ്കിൽ മാത്രമേ ആതിഥേയരായ പാകിസ്ഥാന് സെമിയിലെത്താൻ നേരിയ സാധ്യതകളെങ്കിലും ഉദിക്കുന്നുള്ളൂ. 8 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ 4 ടീമുകളുള്ള 2 ഗ്രൂപ്പുകളായാണ് മത്സരം. ഇന്ത്യയും ന്യൂസിലാൻഡും ബംഗ്ലാദേശും ഉൾപ്പെട്ട ഗ്രൂപ്പിലുള്ള പാകിസ്ഥാന് നിലവിൽ 2 മത്സരങ്ങളിൽ 0 പോയിന്റുകളാണുള്ളത്. 2 കളികളും ജയിച്ച ഇന്ത്യ സെമിയിലേക്ക് ഒരു കാലെടുത്ത് വെച്ചപ്പോൾ ആദ്യ കളിയിൽ പാകിസ്ഥാനെ തകർത്ത ന്യൂസിലാൻഡും സെമിയിലേക്കുള്ള വഴിവെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ നേരിയ സെമി സാധ്യതയെങ്കിലും അവശേഷിക്കണമെങ്കിൽ റാവൽപിണ്ടിയിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ ബംഗ്ലാദേശ് തോൽപ്പിക്കണം. അതിനുശേഷം 27-ന് നടക്കുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെതിരെ വമ്പൻ ജയം നേടുകയും വേണം. ന്യൂസിലാൻഡിനോട് 60 റൺസിനും ഇന്ത്യയോട് 7 ഓവറുകൾ ബാക്കി നിർത്തിയും തോറ്റ പാകിസ്ഥാൻ നിലവിൽ റൺ റേറ്റിൽ -1.087 ആണ്. ബംഗ്ലാദേശിനും പിന്നിലാണ് ഇത്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിനെതിരെ വെറും ജയം കൊണ്ട് മാത്രം പാകിസ്ഥാന് സെമി സാധ്യത നിലനിർത്താൻ കഴിയില്ല. ഇതിനെല്ലാം പുറമെ മാർച്ച് 2-ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുകയും വേണം. അങ്ങനെ വന്നാൽ ഗ്രൂപ്പിൽ ഇന്ത്യ ഒഴികെയുള്ള ടീമുകൾക്കെല്ലാം 2 പോയിന്റ് വീതമാകും. ഇതോടെ മികച്ച നെറ്റ് റൺ റേറ്റുള്ള ടീം ഇന്ത്യക്കൊപ്പം സെമിയിലേക്ക് എത്തും. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഇതൊക്കെ സ്വപ്നം കാണാൻ മാത്രമേ സാധിക്കൂ. ഇന്നത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാൽ ഗ്രൂപ്പിൽ നിന്ന് പാകിസ്ഥാനും ബംഗ്ലാദേശും സെമി കാണാതെ പുറത്താകും. പാകിസ്ഥാൻ അകത്താണോ പുറത്താണോ എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ. സ്പോർട്സ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.